ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും ഒരു കാര്യം പറയാനായിട്ട് വന്നു എന്ന് മാത്രം. ഈ ആഴ്ച ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വീക്കായിരുന്നു. കാരണം ഈ ആഴ്ചയിലാണ് ഞങ്ങളുടെ ആദ്യത്തെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി 6 ആഴ്ചത്തെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ബാച്ച് കംപ്ലീറ്റ് ആയ വീക്കാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ ഒരു 6 ആഴ്ചത്തെ ജേണി ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ ചേർന്ന പഠിക്കണം എന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണ ആ ഒരു എലമെന്റ് കൊണ്ട് ലൈഫിൽ മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കുന്ന തരം ആളുകളായിരുന്നു ഞങ്ങളുടെ ഈ ബാച്ചിൽ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത്. ഞങ്ങൾ ഒത്തിരി അഡ്വർടൈസ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഒത്തിരി മാർക്കറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഞങ്ങളെന്ന വ്യക്തികളിൽ ഞങ്ങളുടെ ജേണിയിൽ ഉണ്ടായിട്ടുള്ളൊരു ട്രസ്റ്റ് കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ബാച്ചിനെ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളൊരു വലിയ ബാച്ച് വേണ്ട എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ ഞങ്ങളൊരു വലിയ ഗ്രൂപ്പിനെ, വലിയൊരു ബാച്ചിനെ ആയിരിക്കില്ല ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് എന്ന് ഒന്ന് പറയാമെന്ന് കരുതി. കാരണം ഞാൻ 2011 ഞാൻ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യണത്. മീൻസ് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണത്. അതുവരെ എനിക്ക് തോന്നുന്നു ഒരു 8ഓ 9ഓ തവണ എഴുതിയിട്ടാണ് ഞാൻ IELTS എന്ന് പറഞ്ഞ ഒരു കടന്നു പോയത്. അതൊക്കെ IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് എക്സാമിനേഷനാണ് അന്നത്തെ കാലത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു 4 ആംഗിളിൽ കൂടെ നമ്മളെ അസസ് ചെയ്യണതാണ്. അത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. അങ്ങനെ ആ ഒരു 4 ആംഗിളിലും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ആഹ്, ഒത്തിരി പ്രാക്ടീസ് വേണ്ട ഒരു എക്സാമായിരുന്നു അന്നൊക്കെ. വളരെ ഒരു പേടി സ്വപ്നം പോലെ തന്നെയായിരുന്നു അന്ന് ആ പരീക്ഷയ്ക്ക് പോവാന്ന് പറയുമ്പോൾ. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒന്നാമത് ആ എക്സാം. അത് ഞാൻ 10 തവണ എഴുതി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വളരെ കുറവ് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച ഒരാളാണ്. ഞാനും ലിജിനും റാഷിദും ഞങ്ങളുടെ ഒരു ലാംഗ്വേജ് ജേർണി അങ്ങനെയാണ്. പക്ഷേ പിന്നീട് അപ്പം നമുക്ക് ആ പരീക്ഷ പാസ്സാകുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമുക്കെല്ലാം കിട്ടി. നമ്മൾ ലാംഗ്വേജിലൊരു അന്നൊരു ഔട്ട് ഓഫ് 9ലാണ് എക്സാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഔട്ട് ഓഫ് 9ൽ 7 സ്കോർ ഉണ്ടെങ്കിൽ നമ്മളൊരു അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളൊരു ആണ്. ആ ഒരു വിശ്വാസമാണ് നമുക്ക് കിട്ടുക. അത് അസസ് ചെയ്യണത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഹെൽത്ത് കെയർ ഏരിയയിലുള്ള ആളുകൾക്ക് ആ ഒരു സ്കോറ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഞാനിവിടുന്ന് ചെന്ന് അവിടെ എത്തി. ആദ്യത്തെ ഒരു 1, 2 മാസം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാനായിട്ടായിരുന്നു അന്ന് പോയത്. അപ്പോൾ ആ കോഴ്സ് തുടങ്ങി ആദ്യത്തെ ഒരു 1, 1.5 മാസം ആകുമ്പോഴേക്കും എന്നെ ഒരു 2 മാസമുള്ള കോഴ്സാണ്. 1.5 മാസം, 1 മാസം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും എന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ മെയിനായിട്ടുള്ള ആളുകൾ എന്നെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പുവറാണ്. നീ പറയുന്നത് നീ ഡീൽ ചെയ്യുന്ന ക്ലയൻസിനും അല്ലെങ്കിൽ പേഷ്യൻസിനും അതുപോലെ അവർ പറയുന്നത് നിനക്കും മനസ്സിലാവണില്ല. അപ്പോൾ നീ ഒരു ഡേഞ്ചറസ് ആണ്. നിൻ്റെ ആ ഒരു ലാംഗ്വേജ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അല്ലെങ്കിൽ ആ പറയണ കാര്യങ്ങൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രോസസ്സ് നടക്കാത്തതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി, അതായത് അവിടെയുള്ള ആളുകളും നിനക്കും അത് ഡേഞ്ചറാണ്. അതുകൊണ്ട് യു മേ ഹാവ് ടു ഗോ ബാക്ക് എന്നുള്ളൊരു ഒരു ഒരു ഹെഡ്സ് അപ്പ് എനിക്ക് തന്നു. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും ആദ്യം ഞാൻ ഏറ്റ ഒരു വലിയൊരു പ്രഹരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അന്ന് ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത് പഠിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് മോശമാണ്, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ട പരീക്ഷകൾ നമ്മൾ പാസ്സായിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മളങ്ങനെ ആ ഒരു ലൈവ് സിനാരിയോയിൽ ചെന്ന് നിന്ന് നമ്മളുടെ അടുത്ത് ഓപ്പണായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ സത്യത്തിൽ ഞാൻ തകർന്നു പോയി. കാരണം എനിക്കന്ന് വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലായിരുന്നു. കാരണം അന്നുണ്ടായിരുന്ന ഒരു ഒരു ഫാമിലി ആയിട്ടുണ്ടാക്കിയ ഒരു വലിയൊരു ഒരു എമൗണ്ട് ഓഫ് സേവിങ്സും അല്ലെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടാണല്ലോ നമ്മളവിടെ പോകുന്നത്. അങ്ങനെ ചെന്ന് അത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഒരു ഒരു വലിയൊരു ആഘാതം തന്നെയായിരുന്നു. പക്ഷെ അതീന്ന് പതുക്കെ പതുക്കെ ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആ ആ ലൈവ് അങ്ങനത്തെ ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ജീവിക്കുമ്പോൾ അത് അങ്ങനെയല്ല ഭാഷ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ഇന്ത്യയിൽ പഠിച്ച പോലെ നമ്മൾ നമ്മളെ സ്കൂളുകളിലൊക്കെ ഗ്രാമർ തെറ്റാണ്ട് വെക്കാബുലറി ഒക്കെ അഗ്രസീവായിട്ടൊക്കെ പഠിപ്പിക്കുന്ന രീതിയൊന്നും അല്ലായിരുന്നു പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് എന്ന് എനിക്ക് മനസ്സിലായി.
പിന്നീട് അങ്ങോട്ട് ഞാൻ ഒരു കഠിന പ്രയത്നം തന്നെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ലാംഗ്വേജിൽ എനിക്കൊരു ഒരു ഒരു ഫ്ലുവൻസിയും അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ആ ഒരു ലാംഗ്വേജിനെ ഞാൻ മാസ്റ്റർ ചെയ്തത് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആരുടെ അടുത്ത് ചോദിക്കാനൊന്നും അറിയില്ലായിരുന്നു. കാരണം കൂടുതൽ നമ്മൾ ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും പണി കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് തടസ്സം വരുമോ എന്നൊക്കെ പേടി ഉള്ളിലുണ്ട്. അതെല്ലാം ഒതുക്കി നമ്മൾ ആളുകൾ അറിയാണ്ട് ആളുകൾ സംസാരിക്കുന്ന രീതിയെ മനസ്സിലാക്കി എങ്ങനെയാണ് അവർ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇന്ററാക്ട് ചെയ്യണത് മനസ്സിലാക്കി. അങ്ങനെയൊക്കെ ഗ്രാജ്വലി ഞാൻ അതീന്ന് കടന്നുപോയി. പക്ഷേ പിന്നീട് അങ്ങോട്ടൊരു 6, 7 വർഷത്തോളം ഐ വാസ് സോർട്ട് ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല രീതികളിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വായിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എഴുതാൻ അത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു 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 വെക് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, നമ്മളാ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ബാഡായിരുന്നു. എന്നെനിക്ക് ഞാൻ റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ടൊരു യാത്ര തന്നെയായിരുന്നു. ഞാൻ എങ്ങനെ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. ലാംഗ്വേജിനേക്കാളും ഐ ബിലീവ് ഇൻ കമ്മ്യൂണിക്കേഷൻ. എക്സ്ക്യൂസ് മീ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങനെ കയറി വന്നപ്പോൾ എനിക്കൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്നാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണ ഒരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടായ ഒരു ട്രോമയായിരുന്നു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാനത് ഒരു 1, 2 വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ പക്ഷേ അതിന് ശേഷം ഒരു 2014, 15 തൊട്ട് ഞാൻ 11 പോയി. 14, 15 തൊട്ട് ഞാൻ മാനേജറും പല ലീഡർഷിപ്പ് റോളുകളിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വർക്കൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായതുകൊണ്ട് എനിക്ക് ഗ്രൂപ്പിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പറയേണ്ട സമയത്താകുമ്പോൾ ഞാൻ ആകെ ബ്ലാങ്കായി പോവും. ഞാൻ ആ സമയത്ത് ഞാൻ എന്നെപ്പറ്റി തന്നെ ആലോചിക്കും. എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ വരില്ല. അല്ലെങ്കിൽ ഞാനൊരു ഫ്രോസൺ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒത്തിരി, 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 ഒത്തിരി. അങ്ങനെ കടന്ന് ഞാൻ 2016, 17 ഞാൻ ആ ഒരു 2023 ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം ഇതായിരുന്നു. എങ്ങനെ ഒരു പവർഫുൾ കമ്മ്യൂണിക്കേറ്റർ ആവാന്നുള്ളത്. അവിടുന്ന് അങ്ങോട്ട് ഞാന് 2023 ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഞാനിതിന് ശ്രമിച്ചു തുടങ്ങിയായിരുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് വർക്കുകളിലേക്ക് കടക്കുമ്പോൾ ഒത്തിരി നെഗോഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ലാംഗ്വേജിൻ്റെ കളിയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പവറാണ്. നമ്മളെന്ത് അങ്ങോട്ടേക്ക് ഡീൽ വെക്കുന്നു, അങ്ങനെ എങ്ങനെ അപ്പുറത്തുള്ള ആളിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് നെഗോഷിയേഷനില്. ഐ വാസ് എ വെരി ഗുഡ് നെഗോഷിയേറ്റർ. ഞാനൊരു വെരി, വെരി ബിഗ് ബാർഗെയിനിലൊക്കെ ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അവിടെ ഒത്തിരി മെന്റേഴ്സിനെ കിട്ടിയായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ ഞാൻ ഓരോ ഏരിയകളിലും ഞാൻ എൻ്റെ ബിസിനസ്സുകളിലേക്ക് അപ്പോൾ ആ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എൻറ്റയർലി ഡിഫറൻറ്റാ. നമ്മളാ ഒരു ഹെൽത്ത് കെയറിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അവിടെന്നും മാറി നമ്മളൊരു ഒരു സ്വ ഒരു നെഗോഷിയേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വേറെയും ഡിഫറൻറ്റാ. ഓൺട്രപ്രണർ ആയപ്പോൾ അതിൻ്റെയും വേറെ ഡിഫറൻറ്റാ. പക്ഷേ ഞാൻ ഇതിനെല്ലാം കൂടി അങ്ങ് എൻകാപ്സുലേറ്റ് ചെയ്ത് ഞാൻ എന്താ കരുതി, ഞാൻ 2023 ഇറങ്ങിയപ്പോൾ ഐ വാണ്ടഡ് ടു ബി ദ ബെസ്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആ സമയത്ത്. അതിലേക്കുള്ള ശ്രമങ്ങൾ ഞാൻ തുടങ്ങി. ഞാനങ്ങനെ പല മെന്റേഴ്സിനെ കണ്ടുപിടിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഷാമൈൻ ബൊണാർഡ്, അതുപോലെ ഉം, ടോം വെയർ, അങ്ങനെ വെരി പോപ്പുലർ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ബേസ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഞാൻ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് അവരുടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയാണ് ഒരു സ്പീക്കർ ആവുക. ഞാൻ അന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പീക്ക് ലെവലാണ് ബീയിങ് എ സ്പീക്കർ. അപ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടെഡെക്സ് അല്ലെങ്കിൽ ടെഡ് പോലെയുള്ള ഒരു വേദിയിൽ സംസാരിക്കലാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലൈഫിലും നമ്മളുടെ ആ ഒരു കരിയറിലെല്ലാം ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും. നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിലെല്ലാം മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പലരിൽ നിന്നും പഠിച്ച് 2023 ജോലിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഐ വാണ്ടഡ് ടു ബി എ ടെഡെക്സ് സ്പീക്കർ സംഹൗ. ഞാൻ പലപ്പോഴും പറഞ്ഞ കഥയാണ്, റിപ്പീറ്റിംഗ് ആണ്. പക്ഷേ സ്റ്റിൽ ഐ വാണ്ട് ടു ഷെയർ ദാറ്റ് അഗെയിൻ വൺസ് മോർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന് ഞാൻ ടെഡെക്സിന് അപ്ലൈ ചെയ്ത് ഒരു 160ഓളം പേരുള്ള ആപ്ലിക്കേഷനിൽ ഐ വാസ് സെലക്ടഡ്. ഒരു 8 പേരെ സെലക്ട് ചെയ്തതിൽ ഞാൻ സെലക്ടഡ് ആയി. അപ്പോഴേക്കും എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാനൊരു 100ഓളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയിട്ടും ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു സ്പീക്കിങ്ങിൻ്റെ എലമെൻറ്റിനെ പറ്റിയിട്ട് ഒരു വളരെ വെറൈറ്റി ഒരു വൈഡായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അതിന് മുമ്പേ. എങ്ങനെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആ പറയുന്നതിൽ ഒരു സ്ട്രോങ് വോയിസ് ഉണ്ടാക്കാം. നമ്മളുടെ വോയിസ് പലപ്പോഴും എനിക്കൊക്കെ തോന്നാറ്, ഞാൻ മീറ്റിങ്ങിൽ പറയുമ്പോൾ എൻ്റെ മാത്രം ശബ്ദം കേൾക്കുന്നില്ല, ബാക്കി എല്ലാവരും പറയുന്നതിന് ഒപ്പീനിയൻ അവർ എടുക്കുന്നു. അങ്ങനെയൊക്കെ ഞാൻ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഇറങ്ങി ഒരു എൻ്റെ ടെഡെക്സ് കഴിഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയി. ടെഡിൽ നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി മെൻറ്ററിങ്ങും കോച്ചിങ്ങും എല്ലാം നമുക്ക് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ നിന്നാണ് കിട്ടുക.
പിന്നെ ഐ വാസ് സോർട്ട് ഓഫ് ഗെയിനിങ് ആ ഒരു പവർ ഞാൻ എടുക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെ എങ്ങനെ എനിക്കൊരു ഗ്രൂപ്പിനെ എടുത്ത് സംസാരിക്കാമെന്ന് എനിക്കറിയാം. ഞാൻ ഞാൻ പഠിച്ചു. പിന്നെ അതിലെങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവരാം, എങ്ങനെ അതിലൊരു പവർഫുൾ സ്റ്റോറി ഉണ്ടാക്കാം. അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കീനോട്ട് ഞാൻ അതിൻ്റെ ആദ്യത്തെ കീനോട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രാസംഗികരുടെ മുമ്പിലാണ് ഞാൻ പ്രസംഗിക്കാൻ പോണത്. ഞാൻ ടെഡ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവർ ടോപ്പ് ക്ലാസ് സ്പീക്കേഴ്സാണ്. അവരുടെ മുമ്പിൽ ഞാൻ ഒരു 1 അവർ ഇംഗ്ലീഷിൽ ഒരു മലയാളി പോലും ഇല്ലാത്തൊരു വേദിയിലാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ചെയ്യുന്നു. പല അങ്ങനെ എൻ്റെ ഒരു കരിയറും എൻ്റെ ഒരു ലൈഫും ഓൺ ടോപ്പ് ഓഫ് വാല്യൂ, നമ്മൾ പറയുന്ന ആ വാല്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഞാൻ 1 മണിക്കൂറിന് എത്ര രൂപ എനിക്ക് പേ കിട്ടണം എന്നുള്ളതും ഭയങ്കരമായിട്ട് കൂടിയത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ പവർ കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് ട്രൂ. അങ്ങനെ പിന്നെ എനിക്കത് ആ കമ്മ്യൂണിക്കേഷൻ ഞാനത് എഴുതപ്പോൾ എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ചും പല ലോകത്തിൻ്റെ പല രാജ്യത്ത് ചെന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര മോശാ. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമ്മൾ മീറ്റിങ്ങുകളിൽ സ്റ്റാർ ആവില്ല. നമ്മുടെ കരിയർ സ്റ്റാഗ്നൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ ഇൻ്റേണൽ ഫിയർ കൊണ്ട് നടക്കും. അപ്പോൾ അത്തരം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് റീച്ച് ഔട്ട് ചെയ്ത് എങ്ങനെ അവരിനെ ഒരു കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേറ്റർ ആക്കാം എന്നുള്ളൊരു ഒരു ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് ആലോചിച്ചതും അതിനെ പറ്റിയിട്ട് അതെങ്ങനെ നമുക്ക് നന്നാക്കി നടത്താം എന്നുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കണതും. അങ്ങനെ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഡിസംബറോട് കൂടിയിട്ട് നവംബറോട് കൂടിയിട്ട് ഞങ്ങളത് ഒരു സോർട്ട് ഓഫ് 1, 2 വെബിനാറുകളൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആളുകൾ ഇൻട്രസ്റ്റുകൾ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളതിൽ ചെയ്തു തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളുടെ ബാച്ചിൽ ആദ്യത്തെ ബാച്ചിൽ കയറിയവരിൽ ഒരു എല്ലാവരും തന്നെ 100% ആയിട്ടുള്ള ആളുകളും അവരൊരു മാസീവ് സക്സസ് ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയത്. The way they are seeing their life, the way they are observing themselves, the way they talk to others എല്ലാം മാറി. അല്ലെങ്കിൽ അവർ പറയണ കഥകൾ മാറി. They've been very amazing storytellers. I always believe like ഒരു നന്നായി സ്റ്റോറി പറയാൻ അറിയണ ഒരാളാണെങ്കിൽ the success is with you, no doubt. You don't need many magical skills. നല്ല സ്റ്റോറി, നല്ല നല്ല മൊമെൻറ്റ്സിനനുസരിച്ച് നറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആണ് ആ ഒരു ടീമിൻ്റെ ലീഡർ. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേക്കുക, കഴിഞ്ഞ ഒരു ഒരു 1 or 2 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത മീറ്റിങ്ങുകളിൽ നല്ലവണ്ണം സ്റ്റോറി പറയണ ആളുകളായിരിക്കാം കൂടുതൽ ആളുകളുടെയും അറ്റൻഷൻ പോയിട്ടുണ്ടാവുക. അവർ പറയണ പോയിന്റുകളിലായിരിക്കാം നമ്മൾ കൂടുതലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം വെരി പ്രാക്ടിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്റ്റോറി, ഞങ്ങളുടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 6 വീക്ക് പ്രോഗ്രാമാണ്. ഇപ്പം ഞാനുണ്ടാവും, ഇപ്പം ലിജിന, ഞങ്ങൾ രണ്ടുപേരും പ്ലസ് ഇപ്പം ഞങ്ങളതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒരു വെരി വെൽ നോൺ ആയിട്ടുള്ള ഒരു 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 ക്ലിയർ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ സ്പീക്കർ, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ബോൺ, അല്ലെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് സംസാരിക്കണ ഒരാളും അതിൽ ട്രെയിനറായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് അവരായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനും എങ്ങനെയാണ് അവരുടെ പെർസ്പെക്റ്റീവിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മാറ്റിയെടുക്കുക പറ്റുക എന്നുള്ള ഒരു നീഷ് തോട്ടും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഷാമൈൻ ബോണാർഡ് എൻ്റെ തന്നെ ഒരു മെൻറ്ററായിരുന്നു ഒരു കാലത്ത്. ഞങ്ങളൊന്നിച്ച് അങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തത്. അത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. 6 ആഴ്ചകളിൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണം. അതായത് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൽ, യു പ്രോബ്ലി വുഡ് നോ ദാറ്റ് ഐ ലവ് ദ വേർഡ് കണക്ഷൻ. അപ്പോൾ ഐ ബിലീവ് നമ്മളായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളായിട്ടും ഡിസ്കണക്റ്റ് ആവണതിൻ്റെ മെയിൻ പ്രോബ്ലം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചറിങ് അല്ലാത്തത് കൊണ്ടാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ട്രൂ. അപ്പം ഞങ്ങൾ 6 ആഴ്ചകളിൽ ഞങ്ങൾ എങ്ങനെ നമുക്കൊരു ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാം, എങ്ങനെ നമ്മളുടെ വോയിസിൻ്റെ, നമ്മുടെ ശബ്ദത്തിൻ്റെ ഓണർഷിപ്പ് എടുക്കാം. യു ഓൺ യുവർ വോയിസ്, അല്ലെങ്കിൽ യുവർ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്ന സാധനം എങ്ങനെ നമുക്ക് നല്ല സ്റ്റോറി നറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഹൗ ടു നർച്ചർ യുവർ വോയിസ്, അല്ലെങ്കിൽ ഹൗ ടു മാനേജ് യുവർ ഫിയർ, എങ്ങനെ നമുക്ക് ആ പേടിയില്ലാണ്ട് നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ ആശയത്തിനെ ഡെലിവർ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബോഡി ലാംഗ്വേജും നമ്മളുടെ ടോൺ ഓഫ് വോയിസും പല ആ ഒരു ഡെലിവറി ഏരിയയിൽ എങ്ങനെ അതിനെ എൻഗേജ് ചെയ്യാം, എങ്ങനെ കണക്റ്റ് ആവാം, എങ്ങനെ ആളുകളായിട്ട് കണക്റ്റ് ആവാം, പ്ലസ് എങ്ങനെ ആ ഒരു ഒരു ഫ്രെയിം വർക്കാണ്
ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. പ്ലസ് ദ ലാസ്റ്റ് വീക്ക് വി ഗോ ത്രൂ എ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് വിത്ത് കോൺഫിഡൻസ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു 6 വീക്കിൽ ഇപ്പം ഞങ്ങൾ വെരി പ്രൗഡോട് കൂടി പറയണത്, കാരണം 6 പേരും വെരി ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അവരുടെ സ്റ്റോറീസും അല്ലെങ്കിൽ അവർ അവരുടെ കുറേ കാര്യങ്ങളായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് ഐ വുഡ് ജസ്റ്റ് ലെറ്റ് യു നോ ദാറ്റ് ഞാനാ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് കരുതി. ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് ഔട്ടായി. ഞങ്ങളൊരു സെക്കൻഡ് ബാച്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരു വിത്തിൻ കപ്പിൾ ഓഫ് വീക്സ് ഞങ്ങൾ അതിലേക്ക് ഒരു സോർട്ട് ഓഫ് ബാച്ച് ഫുള്ളാണ്. പക്ഷെ 1 2 കുറച്ച് വേക്കൻസി അതിലുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഐ തിങ്ക് ഐ തോട്ട് ഐ വുഡ് ലെറ്റ് യു നോ, നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഈസ് ദ ടൂൾ. നമ്മളെ എവിടെ പൊസിഷൻ ചെയ്യുന്നു, നമ്മളെങ്ങനെ നമ്മളെ വിൽക്കുന്നു, ഏത് മീറ്റിങ്ങിലായിക്കോട്ടെ, നമ്മുടെ ലൈഫിലായിക്കോട്ടെ, നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ യു ആർ ദ വിന്നർ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. യു ഹാവ് ദ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഐ ഹാവ് നോ ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് 2026 നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. നിർബന്ധമായിട്ടും അത് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. നോ ഡൗട്ട്. നമ്മൾ ബാക്കി എല്ലാ സ്കില്ലും ബാക്കി എന്തൊക്കെ കുറേ മറിമായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പീപ്പിൾ ഡെഫിനറ്റ്ലി വിൽ ലിസൺ ടു യു. സോ പുട്ട് സം എഫേർട്ട് ഇൻ ടു ലേണിംഗ് ഓർ ഇംപ്രൂവിങ് യുവർ കമ്മ്യൂണിക്കേഷൻ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ സന്തോഷം ഒന്ന് പങ്കുവെച്ചതാണ്. താങ്ക് യു സോ മച്ച്.